കുട്ടികളെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ ആ ഭാഗത്ത് 2 ചോദ്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യം, അതിലൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആരം 2.5 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക. അപ്പം എന്ത് ചെയ്യണം? 2.5 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരക്കണം അല്ലേ? പിന്നെന്താ പറഞ്ഞത്? വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്നതും കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ 80 ഡിഗ്രി അല്ലേ, 80 ഡിഗ്രി ആയ ത്രികോണം വരക്കുക എന്നാണ് പറയുന്നത്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ച് ദ സർക്കിൾ അല്ലേ? അതായത് ആരം 2.5 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരക്കുക. അപ്പം നമുക്ക് അത് ആദ്യം വരക്കാം അല്ലേ? അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ കോമ്പസിൽ ആരം 2.5 സെൻറ്റിമീറ്റർ ആയിട്ട് അല്ലേ, 2.5 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഒരു സർക്കിൾ വരക്കുക അല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ് ആരം എന്ന് പറയുന്നത് 2.5 ആണ്. ഇനി എന്ത് വരക്കണം? ഒരു ത്രികോണം വരക്കണം, ട്രയാങ്കിൾ വരക്കണം. എങ്ങനെ വരക്കണം? കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ആയിട്ട് വരക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ വരക്കുന്ന ത്രികോണത്തിൻ്റെ വശങ്ങൾ വൃത്തത്തെ തൊടുന്ന തരത്തിൽ വരക്കണം. അപ്പോൾ ഒരു വശം ഇങ്ങനെ തൊടണം, രണ്ടാമത്തെ വശം ഇങ്ങനെ തൊടണം, മൂന്നാമത്തെ വശം തൊടണം, അങ്ങനെ തൊട്ടുങ്ങാണ്ട് വരക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെ പറയുമ്പോൾ എന്താണ്? ടാൻജൻറ്റ് അഥവാ തൊടുവരയാണ് വരക്കുക അല്ലേ? അപ്പോൾ ആ വരക്കുന്ന, അതായത് ഇങ്ങനെ തൊട്ട് വരക്കുന്ന ഒരു ത്രികോണം ഉണ്ട്. അങ്ങനെ ഒരു ത്രികോണം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വരക്കാൻ പറ്റും അല്ലേ? സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വരക്കുക, അടുത്തത് ഈ രൂപത്തിൽ വരക്കുക, പിന്നെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താണ്? കോണുകൾ എന്തായിരിക്കണം? 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരക്കേണ്ടത്? നമ്മൾ ആദ്യം ഒരു വൃത്തം വരച്ചു, പിന്നീട് ഇതുപോലത്തെ വശങ്ങൾ തൊടുന്ന തരത്തിൽ ഒരു ത്രികോണം, ട്രയാങ്കിൾ നമ്മൾ വരക്കണം. കോണുകൾ എന്തായിരിക്കണം? 40 ഡിഗ്രി, അതുപോലെ 60 ഡിഗ്രി, അതുപോലെ 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഈ കോണുകൾ ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിലുള്ള കോണുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആരം അഥവാ റേഡിയസ്, ഇവിടുന്ന് ഇങ്ങോട്ട് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കോണെന്ന് പറയുന്നത് ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120 ആണ്, 2 കോണ് കൂട്ടിയാൽ 180 ആണ്. അതുപോലെ ഇവിടെ 40 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കോൺ എന്തായിരിക്കണം? 140 ആയിരിക്കണം, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കണം. അതുപോലെ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെയുള്ള കോണെന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 100 ഡിഗ്രി ആയിരിക്കണം. അപ്പം ഈ രൂപത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 40, 60, 80 ഡിഗ്രി എന്ന് പറയുന്ന കോണുകൾ കിട്ടും. ഇനി ഇത് നമുക്ക് ഇതിൽ വരക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വരക്കുന്നത്? ആദ്യം ഒരു ആരം അല്ലേ, റേഡിയസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വരക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ആ റേഡിയസ് എന്ത് ചെയ്യാതെ ഇതേപോലെ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്താം അല്ലേ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാനൊരു ആരം അടയാളപ്പെടുത്തി. ഇനി നമ്മുടെ പ്രൊട്ടാക്ടർ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കോണുകൾ 40 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര? 140 എടുക്കണം. രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടുന്ന തരത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. 60 കിട്ടണമെന്നുണ്ടെങ്കിൽ 120, ഇരട്ടിയല്ല കേട്ടോ, രണ്ടും കൂടി കൂട്ടുമ്പോൾ 180. പിന്നെ 80 കിട്ടണമെന്നുണ്ടെങ്കിൽ 100 എടുക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ പൊട്ടാക്ടറിൽ ഇതല്ലേ നമ്മുടെ വര അല്ലേ, എവിടെയല്ല അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ എടുത്ത് തുടങ്ങേണ്ടത്. അപ്പോൾ പൊട്ടാക്ടർ വെച്ച് ആദ്യം നമ്മൾ 140 എടുക്കാൻ പോകും. അപ്പോൾ 140 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ അല്ലേ 140. അപ്പോൾ 140 നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അത് വരയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയ കോണെന്ന് പറയുന്നത് 140 ആണ്. ഇനി അടുത്തത് എന്താണ്? 120 അല്ലേ? 120 അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആ വരച്ച വരയിൽ നിന്ന് 120 എന്ന് പറയുമ്പോൾ ഇതാ അവിടുന്ന് നേരെ 0 നിന്ന് എടുത്തു അല്ലേ, 0 നിന്ന് തുടങ്ങണം. അപ്പോൾ 120
120 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് വര വരച്ച് ഇപ്പോൾ ആ 120 ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മളിവിടെ 140 അതുപോലെ ഇത് 120 ബാക്കിയുള്ള കോണ് തീർച്ചയായിട്ടും എന്തായിരിക്കും? 100 ആയിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ കേട്ടോ. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ തൊടുവര വരക്കണം. ഇപ്പോൾ തൊടുവര വരക്കുമ്പോൾ 90 ഡിഗ്രി ആവണം അല്ലേ? ആരത്തിന് ലംബമാവണം, റേഡിയസിന് പെർപെൻഡിക്കുലർ ആവണം, നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഓരോ ആരത്തിനും ഓരോ ആരം നമ്മൾ 3 ആരങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓരോ ആരത്തിനും 90 ഡിഗ്രിയിൽ പോയിന്റ് ഇടുക അല്ലേ? 90 ഡിഗ്രി ഇത് ഇവിടുന്ന് 90 ഡിഗ്രിയിൽ ഒരു പോയിന്റ് ഇട്ടു. ഓക്കെ, എന്നിട്ട് അത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കുക. നീട്ടി വരക്കുക കുറച്ച്. അതുപോലെ തന്നെ ഇവിടെയും ഈ ആരത്തിനും അല്ലേ 3 ആരങ്ങളുണ്ട്. ആ 3 ആരത്തിനും ഇതുവരെ 90 ഡിഗ്രിയിൽ പോയിന്റ് ഇട്ടിട്ട് അത് യോജിപ്പിക്കുക. ഓക്കെ, അതേപോലെ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു കോണ് കിട്ടി നിങ്ങൾക്ക് അല്ലേ? ഈ കോൺ എത്ര ആയിരിക്കും? ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇതേപോലെ തന്നെ ഇതാ നമ്മുടെ മൂന്നാമത്തെ ആരത്തിനും തൊടുവര അല്ലേ? തൊടുവര വരക്കുമ്പോൾ ഇതാ ഇവിടെ 90 ഡിഗ്രിയിൽ പോയിന്റ് ഇട്ടിട്ട് അതും ഇതേപോലെ യോജിപ്പിക്കും. അപ്പോൾ അടുത്ത കോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ? അപ്പോൾ ഈ കോൺ എത്രയ്ക്കാരം ഇവിടെ അങ്ങനെ ഇത് 100 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 80 ഡിഗ്രി. ഇനി ഇത് നേരെ നീട്ടി യോജിപ്പിക്കുക. കുറച്ചുകൂടി നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇത് ഓക്കെ. അപ്പോൾ ഇവിടെ ഉള്ള കോൺ എത്ര ആയിരിക്കും? ഇത് 140 ആണെങ്കിൽ ഇവിടെ ഉള്ള കോൺ 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട്. 5 മാർക്കിനും 4 മാർക്കിനൊക്കെ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് വരച്ചു പഠിക്കുക. അതിലൊരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് നോക്കാം. തന്നിരിക്കുന്ന ചിത്രത്തിലെ ചെറിയ ത്രികോണം സമഭുജമാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ചെറിയ ത്രികോണം കണ്ട ഉള്ളിലുള്ള അത് സമഭുജമാണ്, അതായത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം. അതിൻ്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന്, അതായത് അതിൻ്റെ ചുറ്റുള്ള ഈ നീല വൃത്തം കണ്ടില്ലേ? വൃത്തത്തിന് വരക്കുന്ന തൊടുവരകൾ അല്ലേ? ഇപ്പോൾ 3 തൊടുവരകൾ കണ്ടോ? ഒരു തൊടുവര ഓക്കെ, ടാൻജൻറ്റ്. അപ്പോൾ അങ്ങനെ വരച്ച തൊടുവരയാണ് വലിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ അതാണെന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വലിയ ത്രികോണം സമഭുജമാണെന്നും, അതായത് ഇതും വലിയ ത്രികോണവും ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്നും അതിൻ്റെ വശങ്ങൾ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ 2 മടങ്ങാണെന്നും, അതായത് ഈ വശം ചെറുതിൻ്റെ ഈ ഒരു വശം സൈഡ് അതിൻ്റെ ഇരട്ടിയാണ് വലുതിൻ്റെ സൈഡ് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഇത് 10 ആണെങ്കിൽ ഇത് 20 ആണെന്ന് പറയണം. ഓക്കെ, അന്ന് തെളിയിക്കുക. രണ്ടാമത്തെ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ ആയി ഈ ചിത്രം വരയ്ക്കുക. അപ്പോൾ ചിത്രം ഒന്ന് വരക്കണം. In the picture, the small triangle is equilateral. The sides of the large triangle are tangent to the circumcircle of the small triangle at its vertices. First question, prove that the large triangle is also equilateral and its sides are double those of the small triangle. Second one, draw the picture with sides of the smaller triangle 3 സെൻറ്റിമീറ്റർ. ചെറുത് 3 സെൻറ്റിമീറ്റർ ആയിട്ട് ഈ ചിത്രം ഒന്ന് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇവിടെ ചിത്രം ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇതിലെന്താ ചോദ്യത്തിൽ പറയുന്നത്? ചെറുത് അല്ലേ? 2 ത്രികോണങ്ങളാണ് ഇവിടെ ഉള്ളത്, 2 ട്രയാങ്കിൾസ് ആണുള്ളത്. ആ 2 ട്രയാങ്കിൾസിൽ ചെറുത് ഇവിടെ എന്താണെന്ന് തന്നിട്ടുണ്ട്, അതായത് PQR എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഇത് സമഭുജ ത്രികോണമാണ് എങ്കിൽ വലുതും സമഭുജ ത്രികോണമാണെന്ന് പറയാൻ. ചെറുത് സമഭുജ ത്രികോണം ആയതുകൊണ്ട്, അതായത് ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ 3 കോൺ എന്തായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും അല്ലേ? അപ്പോൾ Q എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ, ഏതെങ്കിലും. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് കോൺ Q ഈക്വൽ ടു എന്താണ്? 60 ഡിഗ്രി. അതിൻ്റെ കാരണം എന്താ? അതായത് Qയും Pയും Rഉം 60 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം മാത്രം പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ Q എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ
പി ക്യു ആർ സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞു, ഇക്വലായിട്ട് ട്രയാങ്കിൾ ആണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയോ? അത് മറക്കരുത്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണ് അല്ലേ വലുത് സമഭുജ ത്രികോണാണെന്ന് തെളിയിക്കാൻ, ഇക്വലായിട്ട് ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ഇതും എന്തായിരിക്കണം? 60 ആയിരിക്കണം. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ ഇവിടെ എത്തണം. അതെങ്ങനെ എത്തുക? അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ആംഗിള്, കേന്ദ്രകോൺ, ഈ കേന്ദ്രകോൺ എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ കോണും കൂട്ടിയാൽ എന്തായിരിക്കും? 180 ആയിരിക്കും. അത് നമ്മളിപ്പോൾ പുതിയ ഈ ഒരു ഭാഗത്ത് പഠിച്ചതാണ് അല്ലേ? അതായത് വൃത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വൃത്തങ്ങളല്ല, തൊടുവരകൾ, ഞാനിവിടെ O എന്ന് പേര് കൊടുത്തു. ഈ കോൺ എത്രയ്ക്കാരം വരിക? ഇതെങ്ങനെയാണ് കിട്ടുക? നമ്മൾ വൃത്തങ്ങളിൽ പഠിച്ചതാണ് അല്ലേ? ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? അതിൻ്റെ ഇരട്ടിയാണ് വരിക, ഡബിളാണ് വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വൃത്തത്തിൻ്റെ ചാപത്തിലെ കോൺ അല്ലേ, കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ? 60ൻ്റെ ഇരട്ടി അല്ലേ? അപ്പം എങ്ങനെ വരിക? നമുക്ക് അത് എഴുതാം അല്ലേ? Therefore കോൺ POR ഈക്വൽ ടു 120 ബ്രാക്കറ്റിൽ 2 × 60 അല്ലേ? 2 × 60, 60 എന്ന് പറഞ്ഞാൽ കോൺ ക്യൂ ആണ്. അപ്പോൾ 2 × കോൺ ക്യൂ എന്നായിട്ട് വരും. കിട്ടിയോ? ഇനി എന്ത് ചെയ്താ? therefore അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇത് 120 കിട്ടിയല്ലോ, 120. ഇപ്പം ഇത് 120 ആണെങ്കിൽ ഇവിടെ ഉള്ള എത്രയ്ക്കാരം? കോൺ A ഈക്വൽ ടു 60 ഡിഗ്രി. അതിൻ്റെ കാരണം എന്താണ്? 180 മൈനസ് 120. ഇവിടെ 120 ആണെങ്കിൽ 180 എന്നത് കുറക്കാം. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതേ രീതിയിൽ സിമിലർലി എന്ന് എഴുതിയിട്ടില്ലേ? സിമിലർലി ഇതേപോലെ എന്താണ്? കോൺ പി നമുക്കിതിൽ വരക്കണ്ട, വരച്ച് കഴിഞ്ഞാൽ ആകെ ബോറായിട്ട് മാറും. പി കോൺ ആർ അല്ലേ? അതായത് ഇവിടെ ക്യൂ 60 ആണ്, അതേപോലെ പിയും ആറും 60 ആണ്, ഈക്വൽ ടു 60 ഡിഗ്രി. therefore അങ്ങനെയാണെങ്കിൽ അല്ലേ, ബാക്കിയുള്ളതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്ത് സിയും ബിയും എന്തായിരിക്കും? കോൺ സി ഈക്വൽ ടു കോൺ ബി ഈക്വൽ ടു 60 ഡിഗ്രി. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതുക. അപ്പോൾ ഇത് മൊത്തം നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രി കിട്ടി കേട്ടോ. 60 ഡിഗ്രി എല്ലാം 60 ഡിഗ്രി ആയതിനാൽ അതിൻ്റെ അടിയിൽ എഴുതുക ത്രികോണം ABC, അതായത് വലിയ ട്രയാങ്കിൾ ഒരു സമഭുജ ത്രികോണമാണ്, അതായത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അതിൽ തന്നെ ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ചെറിയ ത്രികോണത്തിൻ്റെ വശം, അത് PR അല്ലേ? PR അല്ലേ? അതിൻ്റെ 2 മടങ്ങാണ് വലിയ ത്രികോണത്തിൻ്റെ വശം. അപ്പോൾ PR എന്ന് പറയുന്നത് X ആണെങ്കിൽ AC എന്ന് പറയുന്നത് എന്തായിരിക്കും? AC എന്ന് പറയുന്നത് 2x ആയിരിക്കും എന്ന് തെളിയിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഈ PR അല്ലേ, ചെറിയ ത്രികോണത്തിൻ്റെ ഒരു വശം വലിയ ത്രികോണത്തിൻ്റെ അല്ലേ, വലിയ ത്രികോണത്തിൻ്റെ പകുതിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാണ് വലിയ ത്രികോണത്തിൻ്റെ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ 60 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്. എല്ലാ കോണുകളും 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വലുതും സമഭുജമാണെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു അല്ലേ? ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ 60 ആണ് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെറുതിൻ്റെ ഒരു വശം എന്തെടുക്കാം? X എന്നെടുക്കാം. അപ്പോൾ PR ഈക്വൽ ടു X ആയാൽ, if PR ഈക്വൽ ടു X അല്ലേ, X ആയാൽ, PR ഈക്വൽ ടു X ആയാൽ ഇത് നമ്മൾ X എന്ന് എടുത്തു. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ 2 കോണുകൾ കൂടി കണ്ടുപിടിക്കാം. ഇപ്പം ഈ 2 കോണുകൾ കൂടി PRX ആണെങ്കിൽ PQ ഒക്കെ എന്തായിരിക്കും? PQ ഈക്വൽ ടു PQ, അതുപോലെ RQ ഒക്കെ ഈക്വൽ ടു QR ഈക്വൽ ടു X അല്ലേ? ഒക്കെ X ആയിരിക്കും. therefore PQ ഇതൊക്കെ X. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെയുള്ള കോണുകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ
എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇവിടുന്ന് ഇങ്ങനെ വരക്കുന്ന തൊടുവരകൾ AR എന്ന് പറയുന്ന തൊടുവരയും AP എന്ന് പറയുന്ന തൊടുവരയും എന്തായിരിക്കും? തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. ഓർമ്മ ഉണ്ടോ? ഇതിൻ്റെ തൊട്ട് മുന്നുള്ള ചോദ്യത്തിൽ തൊടുവരകൾ തെളിയിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് ഇങ്ങനെ ഒരു വൃത്തത്തിൽ ഇങ്ങനെ രണ്ട് തൊടുവരകൾ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് തൊടുവരകൾ തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. PA = PB എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ PA അതുപോലെ PB നമ്മൾ ഈ രൂപത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടാവും? ഇങ്ങനെ ഈ രണ്ടെണ്ണം തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ ഇനി ആ തെളിയിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. AR എന്ന് പറയുന്ന ഇവിടുന്ന് ഇതിന് നമ്മൾ പറയുന്നത് ബാഹ്യബിന്ദു എന്നാണ്. നമ്മൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള തൊടുവരയും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള തൊടുവരയും എന്താണ്? തുല്യമാണ്. ഇത് രണ്ടും തുല്യമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം. PA = എന്താണ്? PR എന്നെഴുതാം. PA = PR അല്ല, PA = AR. ഓക്കെ, PA = AR അല്ലെങ്കിൽ AP = AR എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഇവിടെയുള്ള രണ്ട് കോണം എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ഇത് സമപാർശ്വ ത്രികോണമായിട്ട് വരും. അപ്പോൾ ഈ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ആ രണ്ട് കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം അതിൻ്റെ പേര് നമ്മൾ എഴുതേണ്ടത് കോൺ APR സമം ARP അല്ലേ? ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതെങ്ങനെ കണ്ടെത്തുക? ഇവിടെ ഒരു കോൺ 60 ഉണ്ട് അല്ലേ? അപ്പോൾ ആ രണ്ട് കോൺ എങ്ങനെ കണ്ടെത്തുക? 180 - 60. 180 - 60 കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? പകുതി ചെയ്യുക അല്ലേ? /2. ഇപ്പം എന്താ ഉത്തരം കിട്ടുക? 120/2 സമം 60 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് കോണും എന്ത് കിട്ടി? 60 ഡിഗ്രി കിട്ടി അല്ലേ? അപ്പോൾ ഈ രണ്ട് കോണും 60 ഡിഗ്രി കിട്ടി. ഇനി ഇതേ രൂപത്തിൽ തന്നെ എവിടെയും വരുന്നത് PC = QC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് കോണം എന്തായിരിക്കും? ഇവിടെ 60 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ ഇവിടുന്ന് നോക്കൂ, ഈ രണ്ട് വശങ്ങൾ എങ്ങനെ തുല്യമാവുക? ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള തൊടുവര 1, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള തൊടുവര 1. അപ്പോൾ രണ്ട് തൊടുവര തുല്യമായിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുന്ന രണ്ട് തൊടുവര എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഒരു ബാഹ്യ ബിന്ദു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് തൊടുകൾ വരത്താൽ അത് തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോൾ ഈ രണ്ട് കോണും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടി എഴുതാം അല്ലേ? കോൺ CPQ സമം CQP = 180 - 60/2, അതായത് 60 ഡിഗ്രി വന്നു അല്ലേ? ഇപ്പോൾ ഇവിടെയുള്ള കോണുകളും എന്തായി? 60 ഡിഗ്രി വന്നു. ഇപ്പോൾ ഇത് മൂന്നും 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ X ആണെങ്കിൽ ഇതും ഒരു ചെറിയ സമഭുജ ത്രികോണ ഇക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ X ആണെങ്കിൽ ഇവിടെ X, ഇവിടെ X. അതുപോലെ തന്നെ ഇവിടെ 60, ഇവിടെ 60, ഇവിടെ X ഉണ്ട്. അപ്പോൾ ഇതും X കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത്? therefore AP = PC = X. അപ്പോൾ AC എന്ന് പറയുന്നത് എന്താണ്? X + X = 2X. കിട്ടിയോ? ഇത് പല രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പുകളൊക്കെ കുറച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എന്ത് കിട്ടി? വലുതിൻ്റെത് 2X കിട്ടി, ചെറുതിൻ്റെത് നമ്മൾ ആദ്യം എടുത്തത് X. അപ്പോൾ ചെറുതിൻ്റെ 2 മടങ്ങാണ് വലുതിൻ്റെ സൈഡെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെറുതിൻ്റെ വശം 3 സെൻറ്റിമീറ്റർ ആയിട്ട് ചിത്രം ഒന്ന് വരയ്ക്കാനാണ് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ നമ്മൾ വരച്ച ഈ ചിത്രം എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിൻ്റെ വശം 3 സെൻറ്റിമീറ്റർ ആയിട്ട് ആ ചിത്രം ഒന്ന് വരയ്ക്കാനാണ്. അപ്പോൾ ചെറുതിൻ്റെത് 3 ആണെങ്കിൽ വലുതിൻ്റെ എന്തായിരിക്കും? 6 ആയിരിക്കും നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതുപോലത്തെ ഒരു ത്രികോണം വരക്കാം അല്ലേ? ഇതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് പല രീതിയിൽ വരയ്ക്കാൻ പോകണം. അപ്പോൾ ഞാൻ ആദ്യം 3 സെൻറ്റിമീറ്ററിലൊരു ചെറിയ ത്രികോണം വരച്ചിട്ട് ഞാൻ തുടങ്ങുകയാണ്. നോക്കട്ടോ. 3 സെൻറ്റിമീറ്റർ ഒരു വര വരച്ചു. ഇനി പൊട്ടാക്ടറിൽ
നമ്മൾ എന്തെടുക്കുക, 60 ഡിഗ്രി എടുത്ത് വരച്ചാൽ മതി. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ കോമ്പസിൽ 3 എടുത്തിട്ട് ചാപം വരച്ചിട്ടില്ലേ, ആർക്ക് വരച്ചിട്ട് ചെയ്യാം. ഇവിടെ 60 ഡിഗ്രി, ആ 60 ഡിഗ്രിയിലും വീണ്ടും 3 സെൻറ്റിമീറ്റർ എടുക്കണം അല്ലേ. അപ്പോൾ ഞാൻ 5ൽ നിന്ന് 2 വരെ, അപ്പോൾ 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇതന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും, ഇവിടെ അതിനൊരു സമഭുജ ത്രികോണം കിട്ടും. അതിൻ്റെ എല്ലാ കോണുകളും എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, അതിന് ചുറ്റോറം ഒരു വട്ടം വരണം അല്ലേ. അപ്പോൾ വട്ടം വരക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വട്ടം എന്ന് പറഞ്ഞാൽ പരിവൃത്തം അല്ലെങ്കിൽ സർക്കിളാണ് വരക്കേണ്ടത് അല്ലേ. സർക്കിൾ വരക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ഇതിൻ്റെ സമഭാജി വരച്ചാൽ മതി. സമഭാജി വരക്കുമ്പോൾ സമഭുജ ത്രികോണം ആയതുകൊണ്ട് വളരെ സുഖമാണ്. ഇപ്പോൾ 3 ആണെങ്കിൽ ഇവിടെ ഞാൻ 2.5 ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ മതി. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലംബ സമഭാജിയാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെയും ഒരെണ്ണം കൂടി വരയ്ക്കുക. ഇത് 3 അപ്പോൾ അതിൻ്റെ പകുതിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ, ഇത് സമഭുജ ത്രികോണത്തിന് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വശത്തിൻ്റെ ലംബ സമഭാജി നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കൂലേ, അതേപോലെ വരക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കേന്ദ്രം കിട്ടിയിട്ടുണ്ട് അല്ലേ. കേന്ദ്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൃത്തം വരക്കുക. ഇതേപോലെ വൃത്തം വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, തൊടുവര വരക്കണം അല്ലേ. വരക്കണം എന്നുണ്ടെങ്കിൽ ഈ വര ജസ്റ്റ് ഒന്ന് നീട്ടി വരക്കുക. അതുപോലെ ഇവിടെ ഈ ഭാഗം ഒന്ന് നീട്ടി വരച്ചിട്ട് നമ്മുടെ പ്രൊട്ടാക്ടറിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 90 ഡിഗ്രി അടയാളപ്പെടുത്തും അല്ലേ. 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് അത് വരക്കുക. പല രീതിയിൽ നിങ്ങൾക്ക് ഇത് വരക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരക്കുക. ഓക്കെ, വീണ്ടും ഇതേപോലെ പ്രൊട്ടാക്ടറിൽ 90 ഡിഗ്രി എടുത്തു. ഇത് ഇവിടെയാണ് കിട്ടിയത്. ഓക്കെ, ഇത് യോജിപ്പിക്കുക. അതുപോലെ ഇനി ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. ഇതിൽ നിങ്ങൾക്ക് വേറൊരു തരത്തിൽ വരക്കാം. ആദ്യം 6 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം വരക്കുക. പിന്നെ അതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഇതേപോലെ ഒരു ത്രികോണം വരക്കുക, മിഡ് പോയിൻ്റ്. ഓക്കെ, പിന്നെ ആ ട്രയാങ്കിളിന് നേരത്തെ നമ്മൾ വരച്ചതുപോലെ സമഭാജി വരച്ചിട്ട് ഒരു വൃത്തം വരച്ചാലും മതിയാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മക്കളെ, നമുക്ക് ഇനി പറയാനുള്ളത് കോഡ് ആൻഡ് ടാൻജൻ്റ് ആണ്, ഞാണും തൊടുവരയും. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരവും തൊടുവരയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തില്ലേ, റേഡിയസും ടാൻജൻറ്റും. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് കോഡ് ആൻഡ് ടാൻജൻറ്റ്, ഞാണും തൊടുവരയുമാണ്. അതായത് ഒരു വൃത്തത്തിൽ ഒരു ഞാണ് വരച്ചു കഴിഞ്ഞാൽ, കോഡ് വരച്ചു കഴിഞ്ഞാൽ അതും തൊടുവര ഉണ്ടാക്കുന്ന കോണും, ആ കോണിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അതെന്താണ് ആ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൽ ഞാനൊരു ഞാണ് അല്ലേ, ഇതാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്, അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പേര് കൊടുത്തു, AB, ഇത് P എന്ന് കൊടുത്തു, ഇവിടെ Q എന്ന് കൊടുത്തു. അപ്പോൾ ഈ AB എന്ന് പറയുന്ന ഈ ഞാണ് ഇത് തൊടുവരയാണ്, AQ എന്ന് പറയുന്നത് തൊടുവരയാണ്. ആ തൊടുവരയുമായിട്ടൊരു കോൺ ഇതവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കോണിന് ഞാൻ വെറുതെ ഒരു പേര് കൊടുത്താണ് X എന്ന് കൊടുത്തു. അപ്പോൾ ഈ കോൺ X ആണെന്ന് വിചാരിക്കാം. എങ്കിൽ ആ ഞാണ്, ഇപ്പം ഏത് ഞാണാണോ നിങ്ങൾ വരച്ചത്, ആ ഞാണിൻ്റെ രണ്ടറ്റങ്ങൾ, അതേതൊക്കെയാണ്, എയും ബിയും, ശരിയല്ലേ. ആ ഞാണിൻ്റെ രണ്ടറ്റങ്ങൾ എയും ബിയും. ആ രണ്ടറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിലേക്ക് ഇങ്ങനെ ഒരു കോണ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോണ് ഇവിടെയുള്ള കോണിന് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത്, ശ്രദ്ധിച്ചോട്ടോ. ഇപ്പോൾ ഒരു വൃത്തം ഞാൻ വരച്ചു. ആ വൃത്തത്തിൽ എന്ത് ചെയ്തു, ഞാൻ ഒരു ഞാണ് വരച്ചു. ഓക്കെ, എന്നിട്ട് ആ ഞാണിൻ്റെ ഒരറ്റത്തിലൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു തൊടുവര വരച്ചു. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഞാണ് തൊടുവരയും തമ്മിൽ കോണുണ്ടായിട്ടുണ്ട്. കണ്ടോ, കോണുണ്ടായില്ലേ.
ഈ കോണ് 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. എങ്കിൽ ഈ ഞാണിൻ്റെ രണ്ടറ്റങ്ങൾ, ഏത് ഞാണാണോ നിങ്ങൾ വരച്ചത് ആ ഞാണിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലേക്ക് ഉണ്ടാക്കുന്ന കോൺ, അതല്ലേ ഇത്? ഈ ഞാണിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലേക്ക് ഉണ്ടാക്കുന്ന കോൺ, ആ കോണും ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഏത് ഞാണാണോ തൊടുവരയുമായി ഉണ്ടാക്കുന്ന കോൺ, ആ ഞാണിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന് തുല്യമായിരിക്കും ഇവിടെയുള്ള കോൺ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 30 ഡിഗ്രി. ഇനി ഈ അറ്റത്തിൽ നിന്ന് പോയി ഇവിടെ തട്ടി ഈ അറ്റത്തേക്ക് തിരിച്ചു വന്ന കോണൊക്കെ എന്ത് തന്നെ ആയിരിക്കും? 30. നമ്മൾ വൃത്തങ്ങളിൽ പഠിച്ചതുമാണ് അല്ലേ? ഇവിടെയൊക്കെ എന്തായിരിക്കും? 30 ഡിഗ്രി. ഇനി ഇതേപോലെ നമുക്ക് തിരിച്ചും പറയാം. അപ്പോൾ ഞാനൊരു വൃത്തം വരച്ചു, ഒരു ഞാണ് അടയാളപ്പെടുത്തി, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു തൊടുവര അടയാളപ്പെടുത്തി. അപ്പോൾ ഈ ഞാണും തൊടുവരയും തമ്മിലൊരു കോൺ ഇതവിടെ ഉണ്ടായി അല്ലേ? ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു കോൺ ഉണ്ടായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഞാണിൻ്റെ രണ്ടറ്റങ്ങളും വൃത്തത്തിലേക്ക് വരച്ചു. അപ്പോൾ ഇവിടെ ഉള്ള ഒരു കോണുണ്ടായി. ആ കോണ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. എങ്കിൽ ഈ കോൺ എത്ര? ഇതെന്തായിരിക്കും? ഒരു 50 ഡിഗ്രിയാണ്. ഇനി ഞാൻ ഈ ഭാഗത്തും ഒരു തൊടുവര വരച്ചു ഇതേപോലെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഈ തൊടുവരയും ഈ ഞാണും തമ്മിലുണ്ടാകുന്ന ഒരു കോണുണ്ട്. ഈ കോണിൻ്റെ പ്രത്യേകത എന്താണ്? അതും എന്ത് തന്നെയായിരിക്കും? 50 ഡിഗ്രി. അതിൻ്റെ കാരണം എന്താ? ഈ ഞാണ് ഈ തൊടുവരയുമായി ഉണ്ടാക്കുന്ന കോൺ, ആ ഞാണെന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച അതന്നെയല്ലേ, അതിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലുണ്ടാക്കുന്ന കോണിന് തുല്യം. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് 50 ആണ് വരിക. കിട്ടിയോ? അപ്പോൾ ഞാനിവിടെ വേറൊരു ഉദാഹരണം എക്സാമ്പിളായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ കോണ് 100 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇതൊരു വൃത്തത്തിൻ്റെ കേന്ദ്ര കോണാണല്ലേ. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയാണ്? 50 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചു. ഇത് 50 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെയുള്ള ഈ കോണ് ഇവിടെ 100 ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ഇവിടെ 100 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺ എത്രയാണ്? ഇവിടെ 100 ആണെങ്കിൽ ഇവിടുത്തെ കോൺ എത്രയാണ്? 80 അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഇവിടുത്തെ കോൺ 80 ആണെന്ന്? നമ്മളെ തൊടുവര എന്ന് പറയുന്ന ആ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 വരും. ഇനി നമ്മൾ പറഞ്ഞു ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇത് തൊടുവര, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള തൊടുവര, ഈ രണ്ട് തൊടുവര എന്താണ്? തുല്യമാണെന്ന് നമ്മൾ പഠിച്ചു. അത് ഒരിക്കലും മറക്കരുതിട്ട്, തൊടുവര തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോൺ എന്തായിരിക്കും? തുല്യമാണ്. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പോൾ ഇതിൽ 180 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 180 തന്നാൽ ബാക്കി എത്ര ഉണ്ടാവുക? 100നെ മുറിച്ച് കഴിഞ്ഞാൽ 50. അപ്പോൾ ഇവിടുത്തെ കോൺ 50ഉം ഇവിടുത്തെ കോൺ 50. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മളിപ്പോൾ പഠിച്ച കാര്യം കിട്ടും. എന്താ പഠിച്ചത്? ഒരു ഞാൺ, ഇതൊരു ഞാണല്ലേ, ഒരു ഞാൺ തൊടുവരയുമായി ഉണ്ടാക്കുന്ന കോൺ ആ ഞാണിൻ്റെ ആ ടാൻജൻറ്റ് കോഡിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിലേക്ക് സർക്കിളിലേക്ക് പോകുന്ന ആംഗിള്, അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50. അപ്പോൾ അത് ഏത് വകുപ്പിലാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ? അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ? In the picture, the sides of the large are tangent to the circumcircle of the small triangle through its vertices. Calculate the angles of the large triangle. ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിൻ്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ്. ചിത്രത്തിലെ ചെറിയ ത്രികോണം കണ്ടോ? ചെറിയ ട്രയാങ്കിൾ, അതിനൊരു പരിവൃത്തം സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ മൂലയിലൂടെ, അതായത് ട്രയാങ്കിളിൻ്റെ മൂലയിലൂടെ എന്ത് ചെയ്യുന്നു? തൊടുവര ഇങ്ങനെ വരച്ചിട്ടുണ്ട്. 1 2 3. അപ്പോൾ അങ്ങനെ വരച്ച ആ തൊടുവരകൾ വരക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കോണുകൾ കണ്ടുപിടിക്കാൻ, വലിയ ത്രികോണത്തിൻ്റെ കോണുകൾ, ചെറുതിൻ്റെത് ഇവിടെ 80 60 തന്നിട്ടുണ്ട്, വലുതിൻ്റെത് എത്രയാണ്? അപ്പോൾ ഇതും ഇവിടെയുള്ള കോണും ഇവിടെയുള്ള കോണും കണ്ടുപിടിക്കാൻ നിങ്ങൾ. ഇവിടെ 60 ഡിഗ്രിയും ഇവിടെ 80 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? ഇവിടെ 40 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം, PQRABC. അപ്പോൾ ABCയുടെ കോണുകളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ Pയും Q ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം R കണ്ടുപിടിക്കാം അല്ലേ? R = എന്തായിരിക്കും വരിക? 40 ഡിഗ്രിയാണ് വരിക. അത് കിട്ടിയത് 180 - 80 + 60.
അല്ലേ? അതായത് 80 60 കൂട്ടിയിട്ട് 180 കുറച്ചതാണ് എന്തെന്ന് പറയുന്നത് 6 എന്ന് പറയുന്ന കോൺ കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ ക്യൂ എന്ന് പറയുന്ന കോൺ എത്രയാണ്? ക്യൂ എന്ന് പറയുന്ന കോൺ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള രണ്ട് കോണുകൾ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കിട്ടോ, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോളി. ഇവിടെ ക്യൂ ആണെങ്കിൽ ഈ ക്യൂവിൻ്റെ നേരെ എതിരെയുള്ള ഞാണെന്ന് പറയുന്നത് ഇതല്ലേ, അതായത് വൃത്തത്തിലെ ഞാണ് കോഡ്, അല്ലെങ്കിൽ 60ൻ്റെ എതിരെയുള്ള വശം PR. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച കാര്യം അല്ലേ? ഒരു ഞാൻ അതായത് കോഡ് തൊടുവരയുമായി ഉണ്ടാക്കുന്ന കോൺ ആ ഞാണിൻ്റെ മറുഭാഗത്ത് വൃത്തത്തിലുണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായാലും 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എഴുതാം കോൺ ക്യൂ ഈക്വൽ ടു 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ, ഈ രണ്ട് കോൺ കേട്ടോ, ഈ രണ്ട് കോൺ, അപ്പോൾ അതിൻ്റെ പേരെന്താ? APR ഈക്വൽ ടു ARP ഈക്വൽ ടു എങ്ങനെ വരുന്നത്? 60 ഡിഗ്രി. അപ്പോൾ അത് രണ്ടും എന്താണ്? തുല്യമാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ 60 ഡിഗ്രി കിട്ടി, രണ്ടും തുല്യം. ഇത് 60 ആണെങ്കിൽ ഇതിൻ്റെ നേരെ എതിരെയുള്ള ഇത് കണ്ടോ, ആ ഭാഗത്തുണ്ടാകുന്ന രണ്ട് കോൺ എന്തായിരിക്കും? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും 60 ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? കോൺ A ഈക്വൽ ടു എന്താ വരിക? 60 60 120, ഇവിടെ 180 ആവണമെങ്കിൽ കോൺ A ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ കോൺ A 60 ഡിഗ്രി കിട്ടി. ഇനി അടുത്തത് നമുക്ക് കോൺ B കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഈ P എടുത്തിട്ട് പറയാം അല്ലേ? P എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ഈ രണ്ട് കോൺ എന്തായിരിക്കും? 80 ആണ്. അപ്പോൾ 80 80 100, ബാക്കി വരുന്നത് എത്രയാണ്? ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 80 അല്ലേ? 80 80 100 അല്ല, 80 80 എത്രയാണ്? 160 അല്ലേ? 160 ആണെങ്കിൽ ബാക്കി എത്ര വരെ? 20. ഇപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? ഇനി അടുത്തത് ഇവിടെ 40 ആണെങ്കിൽ ഇതിൻ്റെ നേരെ എതിരെയുള്ള ഞാണിത്, അപ്പോൾ ഇവിടെയും 40. അപ്പോൾ 40 40 80, ബാക്കിയുള്ളത് 100. ഇപ്പോൾ വളരെ വേഗത്തിൽ കണ്ടുപിടിച്ചൂടെ? ഇപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇത് എഴുതാം അല്ലേ? കോൺ P സമം 80 അല്ലേ ആയാൽ if angle P equal to 80, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കോണുകൾ അല്ലേ, ഈ കോണുകൾ ഏതാണ്? BRQ, കോൺ BRQ ഈക്വൽ ടു BQR ഈക്വൽ ടു എത്ര ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ രണ്ടും 80 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇത് രണ്ടും 80 ആണെങ്കിൽ B എന്താ വരിക? കോൺ B ഈക്വൽ ടു 80 80 160, B എന്ന് പറയുന്നത് അപ്പോൾ 20 ഡിഗ്രി. അപ്പോൾ കോൺ B 20 കിട്ടി. ഇനി അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ നമുക്ക് 20 കിട്ടിയിട്ടുണ്ട്, ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? 60 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 60ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞാൽ 80, ബാക്കിയുള്ള C നോക്കിയാലും മതി. C ഈക്വൽ ടു 100 ഡിഗ്രി അല്ലേ? 60ഉം 20ഉം എന്ന് പറയുന്നത് 80, ബാക്കിയുള്ളത് 100 ഡിഗ്രി അല്ലേ? 180 ആയി കിട്ടിയല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ആ കോണുകൾ കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യത്തിൽ കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ. ചെറിയ ത്രികോണത്തിൻ്റെ കോണുകൾ കാണാനാണ്. വലിയ ത്രികോണത്തിൻ്റെ കോണുകൾ ഇവിടെ തന്നിട്ടുണ്ട് 60 40. ഇപ്പോൾ ഇവിടെ എത്ര കാര്യം വരിക? 60 40 100, ബാക്കി ഇവിടെ എത്ര വരിക? 80 ആണ് വരുന്നത് അല്ലേ? ഞാനിവിടെ പേര് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ABC എന്ന് കൊടുക്കുക, അതുപോലെ PQR എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ആദ്യം നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് CQ എന്ന് പറയുന്നത് തൊടുവര, അതുപോലെ CP എന്ന് പറയുന്നത് തൊടുവര. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? CQ ഈക്വൽ ടു എന്തായിരിക്കും? CQ ഈക്വൽ ടു CP. അത് എന്തുകൊണ്ടാണ് തുല്യമായത്? ബാഹ്യ ബിന്ദുവിൽ നിന്ന് വരക്കുന്ന തൊടുവരകൾ. അത് നമുക്ക് ഇനി വേറെ പഠിക്കാനൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു പോകാം. നമുക്ക് ബാഹ്യ ബിന്ദു, ഇതിന് പുറത്തുള്ള ബിന്ദു, അവിടുന്ന് വരക്കുന്ന രണ്ട് തൊടുവരകളുടെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ CP സമം എന്തെഴുതാം? CQ എന്ന് എഴുതാം. അപ്പോൾ ഇനി ഈ ത്രികോണത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ത്രികോണത്തിൽ ട്രയാങ്കിളിൽ ഈ രണ്ട് കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ രണ്ട് കോണും, ഏത് കോണ്? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള,
അപ്പോൾ ഇത് രണ്ടും ഈക്വൽ സൈഡ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോണും ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോണും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് പഠിച്ചു. അപ്പോൾ എങ്ങനെ വരിക, ദെയർഫോർ അങ്ങനെയാണെങ്കിൽ സി പി ക്യു ഈക്വൽ ടു സി ക്യു പി ഈക്വൽ ടു എത്രയാണ് വരിക, 180 - 60/2. ഇതിന് ഈ ബൈ 2 കൊടുക്കുന്നത് ഈ രണ്ട് കോണുണ്ട് കേട്ടോ, രണ്ടിനും തുല്യം. ഇപ്പോൾ 180 - 60 കുറച്ചാൽ 120 ഹരിക്കണം 2 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഈ രണ്ട് കോൺ എന്തായിട്ട് മാറി, 60 ഡിഗ്രി ആയിട്ട് മാറി. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഇതൊരു ഞാണ് അല്ലേ, കോഡ്. ഈ കോഡും തൊടുവരയുമായി ഉണ്ടാക്കുന്ന രണ്ട് കോണുകളാണ് ഇവിടെയുള്ള ഈ രണ്ട് കോണുകൾ. അപ്പോൾ ഇത് രണ്ട് കോണും എന്താണ്, 60 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ അല്ലേ, ആ ഞാണിൻ്റെ അല്ലേ, ആ ഞാണ് രണ്ട് അറ്റങ്ങൾ, ആ ഞാണിൻ്റെ രണ്ട് അറ്റങ്ങൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് ദെയർഫോർ കോൺ ആർ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ കോൺ ആർ 60 ഡിഗ്രി കിട്ടിയല്ലോ. ഇനി ഇതേ രൂപത്തിൽ തന്നെ ബാക്കിയുള്ളത് പറഞ്ഞൂടെ, ഏതൊക്കെയാണ് ബാക്കി വരുന്നത്, ബി ക്യു ഈക്വൽ ടു ബി ആർ അല്ലേ, ബി ക്യൂവും ബി ആറും തുല്യമാണ് അല്ലേ. അപ്പം എന്താ വരിക, കോൺ ആർ ക്യൂ ബി സമം അല്ലേ, ഇവിടെയുള്ള ഈ കോണ് ആർ ക്യൂ ബി സമം ക്യു ആർ ബി, ഈ രണ്ട് കോണ് എങ്ങനെ കിട്ടുക, 180 - 40 ഹരിക്കണം 2. ഇപ്പം എന്താ വരിക, 180 - 140 എന്ന് പറഞ്ഞാൽ 140 ഹരിക്കണം 2 70 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഈ രണ്ട് കോൺ എന്താണ്, 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ഈ ഞാണ് അല്ലേ, ഈ കോഡുമായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് കോണുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഞാണിൻ്റെ നേരെ ഇവിടെ ഉണ്ടാകുന്ന കോണെന്ന് പറയുന്നത് എന്തായിരിക്കും, അത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ കോൺ പി എന്ന് നമുക്ക് പറയാം അല്ലേ, കോൺ പി അല്ലെങ്കിൽ കോൺ ക്യു പി ആർ എന്ന് പറയുന്ന രീതിയിൽ, ക്യു പി ആർ എന്ന് പറയുന്നത് കോൺ പി എന്ന് പറയാം. ചെറിയ ത്രികോണത്തിൻ്റെ മാത്രം എടുക്കുകയാണെങ്കിൽ കോൺ പി എന്ന് പറയുന്നത് 70 ഡിഗ്രി. ഇപ്പോൾ കോൺ പി കിട്ടി, 70 ഡിഗ്രി കിട്ടിയല്ലോ അല്ലേ. നേരത്തെ നമുക്ക് കിട്ടിയത് കോൺ ആറ് അല്ലേ, കോൺ ആറ് എന്ന് പറയുന്നത് എത്രയാണ്, 60 ഡിഗ്രി കിട്ടി, ഇത് 70 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ക്യൂ നമുക്ക് ഈ രൂപത്തിൽ കാണേണ്ട ആവശ്യമില്ല. ദെയർഫോർ കോൺ ക്യൂ ഈക്വൽ ടു എന്താണ്, 180, മൂന്നും കൂടി കൂട്ടിയാൽ 180 ആണല്ലോ. അപ്പോൾ 180 - 70 + 60 അല്ലേ, 70 + 60 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, 130 അല്ലേ. അപ്പോൾ 130 50 ഉത്തരം കിട്ടും. അപ്പോൾ ഈ കോണെന്ന് പറയുന്നത് 50 ഡിഗ്രി. ഇപ്പോൾ ചെറിയ ത്രികോണത്തിൻ്റെ കോണുകൾ കണ്ടുപിടിച്ചല്ലോ നമ്മൾ അല്ലേ. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇവിടുന്നുള്ള തൊടുവരകൾ തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് തൊടുവരകൾ തുല്യമാണെങ്കിൽ ഈ ത്രികോണം എന്താണ്, സമപാർശ്വ ത്രികോണമാണ് എന്ന് പറഞ്ഞാൽ ഐസോസെലസ്. അപ്പോൾ ഈ രണ്ട് കോൺ എന്താണ്, തുല്യമാണ് അല്ലേ. അപ്പോൾ ആ കോണ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന, അതായത് ഈ ഞാണും തൊടുവരയും ഉണ്ടാകുന്ന കോണ് ആ ഞാണിൻ്റെ മറുഭാഗത്തുള്ള കോണിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70 ഓക്കെ ആണല്ലോ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60, ഇനി ഇവിടെ 50 ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് കോൺ എന്തായിരിക്കും, 50 ഡിഗ്രി ആയിട്ട് മാറും. ഇനി എന്താണ്, ഇൻ ദ പിക്ചർ പി ക്യു ആർ എസ് ടി യു ആർ ടാൻജന്റ് ടു ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി, സോർട്ട് ഔട്ട് ദ ഈക്വൽ ആംഗിൾസ് ഓഫ് ദ പിക്ചർ. ചിത്രത്തിൽ ടി യു എന്ന് പറയുന്നത് ഒരു തൊടുവരയാണ്, ആർ എസ് എന്ന് പറയുന്ന തൊടുവരയാണ്, പി ക്യു എന്ന് പറയുന്ന തൊടുവര. ഈ പി എ ഒക്കെ തൊടുവരയായിട്ട് തന്നെ പരിഗണിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിൽ തുല്യമായിട്ടുള്ള കോണുകളൊക്കെ ഒന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ ഞാനിവിടെ ഈ സി എന്ന് പറയുന്ന കോൺ എടുത്തു. ഈ സി എന്ന് പറയുന്ന കോണിന് തുല്യമായിട്ടുള്ള കോൺ ഏതാ വരുന്നത്, സി എന്ന് പറയുന്ന കോൺ എന്ന് പറയുന്നത് എ സി ബി എന്ന് എടുക്കുക അല്ലേ. ഇപ്പോൾ കോൺ എ സി ബി എന്ന് പറയുന്ന ഈ കോണിന് തുല്യമായിട്ടുള്ള കോണുകൾ ഏതാണ്, ഇതിൻ്റെ നേരെ എതിരെയുള്ള ഞാണെന്ന് പറയുന്നത്, കോഡെന്ന് പറയുന്നത് ഇതല്ലേ. അപ്പോൾ ഈ കോഡ് ഞാണ് തൊടുവരയുമായത് തൊടുവരയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോണുകൾ എന്താണ്, തുല്യമാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് കോണ് എന്തിന് തുല്യമായിരിക്കും, ഇവിടെയുള്ള കോണിന് തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ കോൺ എ സി ബി എന്തിന് തുല്യമാണ്, ബി എ ക്യു. കോൺ ബി എ ക്യു അതുപോലെ തന്നെ എന്തിന് തുല്യമാണ്, എ ബി എസിനും തുല്യമാണ്, കോൺ എ ബി എസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കിട്ടിയല്ലോ അല്ലേ. ഇനി അടുത്തത് എന്താണ്, ഞാൻ ബി എടുത്തു. ഇപ്പോൾ കോൺ ബി ഇത് ഞാൻ 2 എന്നിട്ട് അടയാളപ്പെടുത്തിട്ടോ.
ഇപ്പോൾ കോൺ ബി എന്ന് പറയുമ്പോൾ എ ബി സി എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഈ ബീൻ്റെ നേരെ എതിരെയുള്ള ഇതല്ലേ. അപ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന ഈ രണ്ട് കോണിന് എന്താണ് തുല്യമാണ്? അപ്പോൾ ഞാൻ 2 എന്നിട്ട് അടയാളപ്പെടുത്തി അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുക? പി എ സി കോൺ പി എ സി ഈക്വൽ ടു ടി സി എ കോൺ ടി സി എ. ഓക്കെ, ഇനി അടുത്ത ഏതാണുള്ളത് നമുക്ക് പറയാനുള്ളത്? ഇവിടെ എ. അപ്പം ഞാൻ 3 എന്നിട്ട് മൂന്നാമത്തേതായതുകൊണ്ട് 3 എന്നിട്ട് അടയാളപ്പെടുത്തി. അപ്പം അതിൻ്റെ പേരെന്ന് പറയുന്നത് സി എ ബി ആണ്. സി എ ബി അതെന്തിന് തുല്യമാണ്? ഇതിൻ്റെ നേരെ എതിരെയുള്ള ഇതല്ലേ ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ രണ്ട് കോണിന് തുല്യമാണ്. അപ്പോൾ എന്താ വരിക? കോൺ യു സി ബി ഈക്വൽ ടു ആർ ബി സി. അല്ലേ? ഇപ്പം എല്ലാ കോണുകളും നമ്മളിപ്പോൾ എന്ത് എഴുതി തുല്യമായിട്ട് എഴുതി അല്ലേ. അപ്പോൾ ആ ഭാഗത്തിൽ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് കാൽക്കുലേറ്റ് ദ ആംഗിൾ വിത്ത് ദ ടാൻജൻസ് മേക്ക് ദ 2 സൈഡ്സ് ഓഫ് ദ പെൻഡഗൺ ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. തൊടുവരയും തൊടുന്ന ബിന്ദുവിലൂടെയുള്ള പഞ്ചഭുജത്തിൻ്റെ വശങ്ങളും തമ്മിലുള്ള കോണുകൾ കണക്കാക്കാൻ. ഇവിടെ തൊടുവര ഇതാണ് നമ്മുടെ ടാൻജൻറ്റ്, അത് തൊടുന്ന പോയിന്റ് ഇത് അല്ലേ, അതും അതിൻ്റെ സൈഡ് ഇതാണ് പഞ്ചഭുജത്തിൻ്റെ സൈഡ്സ്, പെൻഡഗണിൻ്റെ വശങ്ങൾ ഇത് രണ്ടും. അപ്പോൾ ഇത് തമ്മിലുണ്ടാകുന്ന ഈ കോണ് എത്രയെന്ന്. അപ്പോൾ ഇതൊരു സമ പഞ്ചഭുജമാണ്, റെഗുലർ പെൻഡഗൺ ആണ് അല്ലേ. അപ്പോൾ റെഗുലർ പെൻഡഗൺ ആകുമ്പോൾ ഇവിടെയുള്ള കോൺ എത്രയ്ക്കാരം? 108 ഡിഗ്രി. നമ്മൾ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ നിന്ന് അല്ലേ. സമ പഞ്ചഭുജത്തിൻ്റെ ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? 108 ഡിഗ്രിയാണ്. ഇനി ഞാൻ ഇത് യോജിപ്പിക്കുകയാണ്. ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ വൃത്തത്തിൽ എന്താവും? ഒരു ഞാണാവും അല്ലേ. ഇത് യോജിപ്പിച്ചു എന്നിട്ട് പറയണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ വശം എന്ന് പറയുന്നത് എന്താണ്? ഇതും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എന്താണ്? തുല്യമാണ് അല്ലേ. അതായത് സമപഞ്ചഭുജമാണ്. സമപഞ്ചഭുജത്തിൻ്റെ റെഗുലർ പെൻഡഗണിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആവും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും തുല്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ആ രണ്ട് കോണ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇവിടെ ഒരു പേര്, ഇവിടെ മാത്രം ഒരു പേര് കൊടുത്ത എ ബി സി പി ക്യു എന്ന് പേര് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന കോൺ എ ഈക്വൽ ടു 108 ആണ്. സമ പഞ്ചഭുജം റെഗുലർ പെൻഡഗൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എ ബി സമം എന്തെഴുതാം? എ സി എന്ന് എഴുതാം. കാരണം വശങ്ങൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ കോൺ എ ബി സി ഈക്വൽ ടു കോൺ എ ബി സി ഈക്വൽ ടു എ സി ബി ഈക്വൽ ടു എങ്ങനെ വരിക? 180 മൈനസ് 108/2 അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 180 മൈനസ് 108 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 72 അല്ലേ. 72 ഹരിക്കണം 2. ഇപ്പം എത്രയാണ് വരുന്നത്? 36 ഡിഗ്രി. അപ്പോൾ 36 ഡിഗ്രിയാണ് ഇത് രണ്ട് കോണെന്ന് പറയുന്നത്. ഇത് 36, ഇത് 36. ഇനി നോക്കൂ, ഇവിടെ എ സി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈ വൃത്തത്തിൽ എന്താണ്? ഒരു ഞാണാണ് അല്ലേ, കോഡാണ്. ഈ ഞാണും തൊടുവരയുമായി ഉണ്ടാക്കുന്ന കോൺ ആ ഞാണിൻ്റെ മറുഭാഗത്ത് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് 36 ആണെങ്കിൽ ഇവിടെയുള്ള കോൺ എന്തായിരിക്കും? 36 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ദെർഫോർ കോൺ പി സി എ